ഹായ് ഗേസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട് ആലപ്പുഴയിലാണുള്ളത്. ഞങ്ങൾ ഇവിടെ ഒരു കല്യാണമുണ്ട് സൺഡേ, അതിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾ തലേന്നാണ് ഇവിടെ എത്തിയത്. അപ്പം ഞാൻ ഓർത്ത് ഇവിടുത്തെ വീട്ടുവിശേഷമൊക്കെ കുറച്ച് കാണിക്കാമെന്ന് കരുതി. അപ്പം സേറ ഇവിടെ മദ്രസയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സേറ ഭക്ഷണം കഴിക്കുവാണ്. അതിന് ഞാൻ അടുത്ത് തന്നെ അന്നൂസ് ഇരിപ്പുണ്ട്. അന്നൂസിന് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൂസ് മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അന്നൂസിനാണെങ്കിൽ ഭക്ഷണമൊന്നും വേണ്ട. സേറാക്കാണെങ്കിൽ പരാതിയുമായിരുന്നു അന്നൂസ് കളിക്കാൻ വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ വാപ്പച്ചി വെളിയിലൊക്കെ പോയി വന്നപ്പം അച്ചിലൂനും മിച്ചറും ബിസ്ക്കറ്റും പഴവും എല്ലാം മേടിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ അന്നൂസ് ആണെങ്കിൽ ഇതിനകത്തൊന്നും താല്പര്യമില്ലാതിരിക്കുവാണ്, പനിയായത് കാരണം. ഉമ്മച്ചിയാണെങ്കിൽ ഇവിടെ തകൃതിയായ പാചകത്തിലാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. അതിന് വേണ്ടി അടിപൊളി ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കടലക്കറിയും ഉണ്ടായിരുന്നു. പാലപ്പമാണ് കഴിക്കാനുള്ളത്. പാലപ്പവും ചിക്കൻ കറിയും ഞങ്ങളെ ഫേവറേറ്റാണ്. എനിക്ക് കടലക്കറീനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ചിക്കൻ കറിയാണ്. നിങ്ങൾക്ക് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഉമ്മച്ചിക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കിട്ടു പൂച്ചയുണ്ട്. ഈ പൂച്ച ചെറുതാണ്. ഈ പൂച്ചക്ക് പേരിട്ടത് സേറായും ഹനാപ്പിയും കൂടെയാണ്. അപ്പോൾ ഇത് ആൾ ചെറുതാണെങ്കിലും ആൾ ശിവേന്ദ്രനാണേ. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇതാരും അറിഞ്ഞില്ല, ഒരു കുഞ്ഞൊക്കെ ജനിച്ചിതിന്. അങ്ങനെ കൊണ്ടുവന്നപ്പോഴാണ് ഇത് ഗർഭിണിയായിരുന്നു, പ്രസവം കഴിഞ്ഞെന്നൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഇവിടെ ഉമ്മച്ചിക്ക് അത്യാവശ്യം കൃഷിയും ചെടികളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ടാങ്കിനകത്താണ് ഇവിടെ മീനിനെ വളർത്തുന്നത്. ഹനാപ്പിയാണെങ്കിൽ ഭയങ്കര വാശിയിലാണ് മീൻ വേണമെന്നും പറഞ്ഞുകൊണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിലത്തെ 2 ഗോൾഡ് ഫിഷ് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ചത്തുപോയി. അപ്പം ഉമ്മച്ചീനോട് പറഞ്ഞപ്പോൾ ഉമ്മച്ചിയാണ് പറഞ്ഞ് ഇവിടെ വരുമ്പം തരാം മീനിനെന്ന്. അതിന് വേണ്ടി ഹനാപ്പി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, താന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഹനാപ്പി മീനിന് വേണ്ടി വാശി പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഐഷുവിൻ്റെ വരവ്. ഐഷു എന്ന് പറയുമ്പോൾ എൻ്റെ ഇത്തിയുടെ മോളാണ്. അപ്പോൾ സേറായുമായിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇവർ രണ്ടും കൂടിയാണ് പള്ളിയിൽ പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പം അന്നൂസും സേറായും ഐഷായും എല്ലാം നല്ല കൂട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഉമ്മച്ചി കുറച്ച് വിത്തൊക്കെ പാകിയിട്ടുണ്ട്. ഇത് മത്തനാണെന്നാണ് ഉമ്മച്ചി പറഞ്ഞത്. അങ്ങനെ കുറേ പാത്രമൊക്കെ മേടിച്ച് വെച്ച് അതിനകത്തൊക്കെ പാകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ നാൾ ഇതൊന്നും നിൽക്കുകയില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ 3 സൈഡിലും വെള്ളം കയറും. താന്നാണ് കിടക്കുന്നത്. ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ വെള്ളം നിൽക്കാത്തത്. റോഡിലുള്ള വെള്ളം എല്ലാം നമ്മളെ സ്ഥലത്തോട്ട് കയറും. അങ്ങനെ സേറാനെ ഇവിടെ സേറായുടെ ഉമ്മി ഒരുക്കി വിടുവാണ്. സേറാക്ക് വലിയ മടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അന്നൂസിന് അങ്ങനെയല്ല. വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അന്നൂസിന് ഭയങ്കര മടിയാണ് പള്ളിയിൽ പോകാനൊക്കെ. പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. സേറാക്ക് പിന്നെ അങ്ങനത്തെ മടിയും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. സേറാനെ 11:30 ആകുമ്പോൾ പള്ളിയിൽ വിടും. അപ്പം സേറ ടാറ്റ ഒക്കെ തന്നിട്ട് പോകുവാണ്. അപ്പം അന്നൂസ് വന്നപ്പം സേറ കാത്തൊക്കെ രാത്രിയിലിരുന്ന് കളിക്കാൻ വേണ്ടിയൊക്കെ. ഇവിടെ പ്രത്യേകിച്ച് ആരുമില്ല. ഐഷായും കുറച്ച് 2-3 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ കളിക്കാനൊക്കെ. അപ്പം അന്നൂസ് വരുന്നതും കാത്ത് സേറ ഇരുന്നപ്പം അന്നൂസ് പനിയൊക്കെ ആയിട്ടായിരുന്നു വന്നത്. അപ്പം അന്നൂസ് ടയർഡൊക്കെ ആയതുകൊണ്ട് കളിച്ചൊന്നുമില്ല. ഇവിടെ അച്ചിലും ആണെങ്കിൽ വാപ്പിച്ച് കൊണ്ടുവന്ന മിച്ചറും പഴമൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. ആർക്കും കയ്യിലോട്ട് കൊടുക്കുന്നുമില്ല. ഭയങ്കര വാശിയായിട്ടിരിക്കുവാണ്. പിന്നെ മിച്ചറൊന്നും ഞാൻ പൊട്ടിച്ചു കൊടുത്തില്ല. എന്താണെന്ന് പനിയൊക്കെ ആയതുകൊണ്ട് വെറുതെ തിന്നത്തൊന്നുമില്ല. അത് കാരണം പൊട്ടിച്ചൊന്നും കൊടുത്തില്ല. അങ്ങനെ കൈ വെച്ചുകൊണ്ട് കിടക്കുവാണ്. ഈ ഫിഷ് ടാങ്കിൽ അന്നൂസിട്ട് ഭയങ്കര ഇളക്കാണ്. അതിനകത്തൊരു തവള കിടപ്പുണ്ട്. അപ്പം അതിനെ ഇട്ട് വെറുതെ ഇതാക്കാൻ വേണ്ടി ചെയ്യുന്ന ഇതാണ്. ഇവിടെയും കൃഷി ഉമ്മച്ചി ഓരോന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ആയിട്ട്. അപ്പം ഭയങ്കര കലാവിരുതൊക്കെയാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം ചെയ്യാനും. പിന്നെ ക്രാഫ്റ്റ് വർക്കുകളും അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാം ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെയാണ് ഉമ്മച്ചിക്ക്. പിന്നെ ഇവിടെ
അനിയത്തിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ലഞ്ച് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അനിയത്തി ജോലിക്ക് വേണ്ടി പോയി. അതിനുശേഷം ഇവിടെ അച്ചുലൂന് ഭക്ഷണം കൊടുക്കേണ്ട തിരക്കിലൊക്കെയാണ്. അപ്പോൾ അച്ചുലു ഇപ്പോഴാണ് ഒന്ന് മിച്ചറൊക്കെ അവിടെ വെച്ചത്. അച്ചുലുവിന് ഭയങ്കര മടിയാണ്. ഇപ്പം 2-3 ദിവസമായി പനിയൊക്കെ ആയതുകൊണ്ട് ഒന്നും തിന്നുന്നൊന്നുമില്ല. ഒരു പിടി അപ്പമാണ് ഇപ്പം തിന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചി മൻസൂറിക്കാക്കും അന്നൂസിനും വേണ്ടി ഫുഡൊക്കെ എടുത്ത് വെക്കുവാണ്. അന്നൂസിനാണെങ്കിൽ ഒന്നും ഇറങ്ങത്തില്ല പനിയായത് കാരണം. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കണക്കാണ് അന്നൂസിൻ്റെത്. എത്ര പറഞ്ഞാലും കഴിക്കുകയില്ല. അപ്പം ചിക്കൻ കറിയും കൂട്ടിയാണ് ഒരു അപ്പത്തിൻ്റെ പകുതിയാണ് അന്നൂസ് കഴിച്ചത്. അപ്പം മൻസൂറിക്കായും ചിക്കൻ കറിയാണ് എടുത്തത്. പിന്നെ ലാസ്റ്റ് ഒരപ്പം കുറച്ച് കടലക്കറിയും കൂട്ടിയൊക്കെയാണ് തിന്നുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കിട്ടു ഇവിടെ നിന്ന് തിന്നുന്നു. ചിക്കനും മട്ടനും ഒക്കെയാണ് കിട്ടുവിൻ്റെ ഫേവറേറ്റ് ഫുഡ്. ഇതാണ് കിട്ടുവിൻ്റെ കുഞ്ഞ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കേ, ബായ്.